എടാ ഞാനൊന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. അനുഗ്രഹമൊക്കെ കല്യാണത്തിനല്ലേ? അത് കുഴപ്പമില്ല. അമ്മേ മോനെ അത് കിട്ടിയോടാ? ഞാൻ ആ പേപ്പർ കണ്ടപ്പോ ഒന്ന് പേടിച്ചു. അത് കടയിൽ നിന്ന് കല്യാണത്തിന് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ലിസ്റ്റായിരുന്നു. അയ്യോ, പിന്നെ ഞാൻ തന്ന കത്ത് എവിടെയാടാ? ബാല, അരവിന്ദവും സ്റ്റൈലായിട്ടുണ്ടല്ലേ? ഇല്ല, ഞാൻ പോയി ചാരുവിനെ വിളിച്ചോണ്ട് വരാം. അവൾ ഒരുങ്ങിക്കാണും. നിങ്ങൾ ചെല്ലേ. ഏട്ടാ വാ വാ. ചാരുമോൾ ഇറങ്ങി. അമ്മ വിളിക്കാൻ പോയിട്ടുണ്ട്. ബാല, ദേ നോക്ക്, ചാരുമോൾ വരുന്നുണ്ടോ? സത്യത്തിൽ ഈ സേവ് ദ ഡേറ്റും ഹൽദിയൊന്നും എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല. അല്ല, ആകാശൊക്കെ നിർബന്ധിച്ചോണ്ടാ. ചാരു ഇതൊക്കെ വേണമെന്ന് പറഞ്ഞാലും അതിന്റെ പിന്നിൽ ആകാശമുണ്ട്. എനിക്കറിയാതൊക്കെ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, കാലത്തിനൊപ്പം നമ്മളും കുറച്ച് മാറിയേ പറ്റൂ. ദേ, ആ രവിമാഷിന്റെ മോളുണ്ടല്ലോ, നമ്മുടെ ആകാശന് ചേരുന്ന കുട്ടിയാ. അല്ല, പോകുന്നത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ. നിശ്ചയോ വാക്കുറപ്പിക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഈ കല്യാണത്തിന് തുടക്കം മുതലേ രവിയും കുടുംബവും നമ്മുടെ കൂടെ നിൽക്കില്ലേ? വേറെ ആരെങ്കിലും അങ്ങനെ നിൽക്കുവോ? എന്തിന്? ഹേമയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? അവരൊക്കെ നമ്മൾ പോയി വിളിച്ചതല്ലേ. ആ, ഇനി കല്യാണ സമയത്ത് എഴുന്നള്ളും മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാൻ. അതൊക്കെ ഓരോരുത്തരുടെ ജന്മഗുണങ്ങളാ. അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. ദേ ശാന്തപ്പ നോക്ക്, നമ്മുടെ എല്ലാ കണക്കൂട്ടിലും അവൻ തെറ്റിച്ചില്ലേ? കണ്ടില്ലേ ഒരുത്തനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നത്? ചാരുവാരും എന്നും സ്റ്റേജിലിരുന്നല്ലോ. ഇനി എന്താ ചടങ്ങുകളൊന്നും ആരംഭിക്കാത്ത? ഞാൻ ഈ ഹൽദിയിലൊന്നും ഇതുവരെ പങ്കെടുത്തിട്ടില്ലെന്നേ, അതുകൊണ്ട് ചടങ്ങുകളൊന്നും അറിയില്ല. പിന്നെ ഞാനോ? ഞാൻ ഈ ഹൽദി എന്ന് കേൾക്കുന്ന പോലും ഇപ്പോഴാ. നമുക്കേ ഇവിടെ വിരുന്നുകാലെ പോലെ നിൽക്കാം, അതാ നല്ലത്. അച്ഛനെ വിളിക്കുമോനെ? അച്ഛാ ചെല്ലുവാല. എന്നെന്തിനാ വിളിക്കാം? അച്ഛാ, അച്ഛാ ഇങ്ങ് വന്നേ. എന്താ ഞാൻ ചെയ്യേണ്ടത്? അച്ഛൻ ആദ്യം മധുരം കൊടുക്ക. ഞാൻ കൊടുക്കണോ?
നമുക്കൂടെ അങ്ങോട്ട് പോവാം. ഞാനല്ലേ പെണ്ണിന്റെ അച്ഛൻ. നീ വാ. നിങ്ങൾ അവിടെ അടങ്ങിയിരിക്കെ, ചുമ്മാ വിളിക്കാത്തത് കേറണ്ട. അല്ല ബാബുക്കുട്ടാ, നമ്മളിങ്ങനെ മാറുന്നാലും എങ്ങനെയാ? വാടാ, നമുക്കൂടെ അങ്ങോട്ടേല്ല. ചിറ്റപ്പനും അപ്പച്ചിയും കൂടെ ചെല്ലേ. എല്ലാരും മഞ്ഞൾ തേച്ച് മധുരം കൊടുക്കട്ടെ. ഏറ്റവും ഒടുവില് ഞാൻ വന്നോളാം. ഞാൻ വരുന്നതേ വെറുതെ ആവില്ല. ഇത് കണ്ടോ, ഡയമണ്ട് റിംഗ്. ഇത് ഞാൻ ചാരുവിന് കൊടുക്കാൻ കൊണ്ടുവന്നതാ. ഡാ, അവള് വേണ്ടെന്ന് പറഞ്ഞാലോ? അല്ല, അവൾ അങ്ങനല്ലേ പറയൂ. ഡാ, അവളുടെ വിരല് പിടിച്ചായിരുന്നാലും ഞാൻ ഏറ്റു. ഞാൻ അവളുടെ അച്ഛനല്ലേ. കുഞ്ഞോളെ വാടി, നമുക്കൂടെ അങ്ങോട്ട് പോവാം. അതെ, മാഷ് അവിടെ പൊട്ടുകുത്തി കഴിഞ്ഞു. ബാബുക്കുട്ടൻ വന്നോളാന്നല്ലേ പറഞ്ഞത്? നീ വാ. ശരിയാണ്. വാ. हंसते जिंदगी सवार खुश रहना हमेशा बस यही चाहते हैं हम हंसते हंसते जिंदगी सवार खुश रहना हमेशा बस यही चाहते हैं हम കവിളിലെ മാതളപ്പൂ ചോദിക്കാൻ മൈലാഞ്ചി തൊപ്പിൽ നിന്നാ മാരൻ വന്നു തേനാടെ മാണിക്കണ്ണാളെ രംഗിൻ താമരപ്പൂന്തേനെ താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ പുത്തനിലഞ്ഞിക്ക് പൂവിരിഞ്ഞേ മുറ്റത്തെ മുല്ലയ്ക്ക് പൂ നിറഞ്ഞേ ഇന്നീ പെണ്ണിൻ കല്യാണമല്ലേ മുഞ്ചത്തി മാണിക്കണ്ണാളെ രംഗിൻ താമരപ്പൂന്തേനെ താഴത്തു നോക്കാതെ നിന്റെ പൂമിഴി പൂട്ടാതെ. മാഷ് ചിലപ്പോ ഇപ്പൊ പോവും. നീ ചെല്ലടാ അങ്ങോട്ടേല്ലേ. കഞ്ചകപ്പുമാരനെ കാണാൻ നെഞ്ചുലഞ്ഞു നിന്നു നീ കള്ളനവനൊന്നു വന്നാലോ തണ്ടൊടിഞ്ഞ താമര താനേ പൂച്ചൊരിയും ചെമ്പകപ്പും തോപ്പിനുള്ളിൽ രാവിൽ വന്നട